നമുക്ക് പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവിധ ഐറ്റംസും പാക്ക് ചെയ്യുന്ന മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ. ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിന് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കേരള ഗവൺമെന്റ് ഒരുപാട് സ്കീമുകളുണ്ട്. അതിന്റെ എല്ലാത്തരം പേപ്പർ വർക്കുകളും കാര്യങ്ങളും നമ്മൾ തന്നെ ഇവിടുന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു ബേസിക് മോഡൽ ഒരു സീലിംഗ് മെഷീൻ ആണെങ്കിൽ ഒരു 15,000-18,000 മുതൽ ഏകദേശം 5 കോടി 6 കോടി രൂപയുടെ വരെയുള്ള പ്രൊജക്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഒരാൾ ഒരു ഐഡിയ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ A to Z എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ നൈസ് പൗഡർ പാക്ക് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഹണി പാക്കിംഗ് മെഷീൻ. ഹണി നമുക്ക് ഇതേപോലെ സാഷറ്റ് ആയിട്ട് വളരെ ചെറിയ പാക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെഷീൻ. ഇത് സിപ്പർ പാക്കിംഗ് മെഷീനാണ്. എങ്ങനെയാണ് ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന അതിനേക്കാൾ കുറഞ്ഞ കറണ്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നമ്മുടെ മെഷീൻസ് ഒക്കെ നമ്മൾ തന്നെ ഇവിടെ ഓൺ ആയിട്ട് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആണ്, അത് മെഷീനിങ് യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. നമ്മളിവിടെ പാക്കിംഗ് മെഷീൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ പാക്ഡ് ആയിട്ട് വരുന്നത്, അത് കുപ്പിയിലാണെങ്കിൽ കുപ്പിയിൽ, കവറിലാണെങ്കിൽ കവറിൽ, ക്യാനിലാണെങ്കിൽ ക്യാനിൽ, ടിന്നിലാണെങ്കിൽ ടിന്നിൽ, നമുക്ക് പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവിധ ഐറ്റംസും പാക്ക് ചെയ്യുന്ന മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ. നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന മെഷീൻസ് മുതൽ വലിയ ഹെവി ആയിട്ടുള്ള പ്ലാന്റ് 5 കോടി രൂപയുടെ 10 കോടി രൂപയുടെ പ്ലാന്റ് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരാൾ ഒരു ഐഡിയ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ A to Z എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, മിക്സിങ്, അതുപോലെ ഡിസൈനിങ്, കവർ, അതിൻ്റെ മേക്കിംഗ് മെഷീൻസ്, പാക്കിംഗ് മെഷീൻസ് ഉൾപ്പെടെ നമ്മൾ ആ പ്രൊഡക്റ്റ് അവരുണ്ടാക്കി അവരുടെ കയ്യിൽ കൊടുക്കുന്ന പരിപാടി വരെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ സാധാരണ ഒരു ബേസിക് മോഡൽ ഒരു സീലിംഗ് മെഷീൻ ആണെങ്കിൽ ഒരു 15,000-18,000 മുതൽ ഏകദേശം 5 കോടി 6 കോടി രൂപയുടെ വരെയുള്ള പ്രൊജക്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മെഷീനാണ് ഹണി പാക്കിംഗ് മെഷീൻ. ഹണി നമുക്ക് ഇതേപോലെ സാഷറ്റ് ആയിട്ട് വളരെ ചെറിയ പാക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെഷീൻ. എല്ലാവർക്കും ഹണി കഴിക്കണം എന്നല്ല താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ 100 ml 200 ml വാങ്ങാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത് വളരെ ചെറുത്, ഒരു 5 ml മുതൽ 10 ml വരെ വയ്ക്കുന്ന ചെറിയ മെഷീൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ വളരെ ചെറിയ മെഷീനാണ്. നമുക്ക് വളരെ ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മെഷീൻ. ഒരു മണിക്കൂർ നമുക്ക് ഏകദേശം 1200 മുതൽ 1500 പീസ് വരെ നമുക്ക് ഒരു മണിക്കൂർ പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മെഷീൻ ഡിസൈൻ ചെയ്യുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്തത്. നമുക്ക് ലേഡീസിനോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ച് നമുക്ക് ഈ ടച്ച് സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പൗച്ചസ് ആയിട്ട് വരും. നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് ഒരു 4 to 5 HP കറണ്ടാണ് വരുന്നത്. നമുക്ക് സാധാരണ സിംഗിൾ ഫേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലും വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു റൂം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ റൂം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ മെഷീനാണ് നമുക്കിത്. ഇത് സിപ്പർ പാക്ക് മെഷീനാണ്. ആവറേജ് ഒരു മണിക്കൂറിൽ നമുക്ക് 1200 മുതൽ 1500 പീസ് വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. സാധാരണ സിംഗിൾ ഫേസിൽ നമ്മളൊരു എങ്ങനെയാണ് ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് അതിനേക്കാൾ കുറഞ്ഞ കറണ്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അതായത് ഏകദേശം എത്ര യൂണിറ്റ് വേണ്ടി വരും? നമുക്ക് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 യൂണിറ്റ് കറണ്ട് നമുക്ക് ചിലവാകും. അത്രേ ആവുള്ളൂ. ഒരു യൂണിറ്റ് താഴെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് 1500 പീസ് വരെ എടുക്കാൻ പറ്റും. നല്ലൊരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതല്ലാതെ വേറെ ഐറ്റംസ് നമുക്ക് ഇതിൽ നമുക്ക് സിപ്പ്, ഇത് ബേസ് ഇപ്പൊ നമ്മൾ കാണുന്നത് സിപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെയർ ഓയിൽ ചെയ്യാൻ പറ്റും, കാർ ഷാമ്പു ചെയ്യാൻ പറ്റും, പാത്രം കഴുകുന്ന ലോഷൻ ചെയ്യാൻ പറ്റും, തുണി കഴുകുന്ന ലോഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുവിധ ഷാമ്പു, ഹെയർ ഓയിൽ വരെയുള്ള എല്ലാ ഒരു സാഷറ്റ് ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഈ മെഷീൻ ഓൾട്ടർ ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊരു ബേസ് മോഡലാണ്. വീട്ടമ്മമാർക്ക് ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. വീട്ടമ്മമാർക്ക് വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ. ഇത് നമ്മുടെ നൈസ് പൗഡർ പാക്ക് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മെഷീനാണ്. നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ 1500 പീസ് വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. 2 ഗ്രാം മുതൽ 500 ഗ്രാംസ് വരെ നമുക്ക് ഈ ഒരേ മെഷീനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് 1/2 കിലോ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം പറ്റും. അതെ, അതായത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, അങ്ങനത്തെ മസാലകളൊക്കെ, പിന്നെ കോഫി പൗഡർ, പിന്നെ പ്രിമിക്സുകൾ, നമുക്ക് പൗഡർ നൈസ് പൗഡറായിട്ട് വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ സാഷ പാക്കറ്റ് മുതൽ 1/2 കിലോന്റെ പാക്കറ്റ് വരെ നമുക്ക് ഒരേ മെഷീനിൽ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂടിയ മെഷീൻസ് നമ്മൾ ചെയ്യുന്നില്ല. ഇതിന്റെ കൂടിയ മെഷീൻ നമുക്കുണ്ട്. 1 കിലോ വരെ പാക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, 5 കിലോ മെഷീൻ ഉണ്ട്, 10 കിലോ വരെ പാക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക് മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് 500 ഗ്രാം വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മസാലയാണ് നിങ്ങൾ ആവശ്യക്കുന്നത്, മസാലയുടെ മിക്സ് മുതൽ അതിന്റെ പാക്കിംഗ്, അതിന്റെ ഡിസൈനിങ് കാര്യങ്ങൾ ഉൾപ്പെടെ, മസാല എവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഉൾപ്പെടെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ മസാല നിങ്ങൾക്ക് മിക്സ് ചെയ്യാനാണെങ്കിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പാക്ക് ചെയ്ത് നമ്മൾ നിങ്ങളുടെ കയ്യിൽ സാധനം തരും. ഇതിപ്പോൾ നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ പറ്റുന്ന ഒരു സോഡ മെഷീൻ്റെ മോഡലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ചെയ്യേണ്ട സോഡ കുപ്പി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുപ്പിയിൽ നമുക്ക് ആദ്യം നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് അതിൻ്റെ എസെൻസ് ഏത് ഫ്ലേവർ ആണോ, ഏത് എസെൻസ് ആണോ ഫില്ല് ചെയ്യേണ്ടത് അത് ഫില്ല് ചെയ്ത് ഇവിടെ ക്യാപ്പ് അടച്ച് നമുക്ക് ഇതേപോലെ ബോട്ടിലായിട്ട് നമുക്ക് സോഡ ആയിട്ട് നമുക്ക് ഇതിലേക്ക് പുറത്ത് വരുന്ന വളരെ ചെറിയ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ മുതൽ മുടക്കാൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ മെഷീനാണ്. അതായത് ഒരു സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാം. അതെ, സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്. നമുക്ക് വളരെ മുതൽ ഒരു ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ഒരു 1200 പീസ് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെഷീൻ. അതെ, സോഡ എന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ മെഷീൻ്റെ ഇത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ചില്ലർ യൂണിറ്റ് വരുന്നത്, നമുക്ക് ഇതിൽ കൊടുക്കേണ്ട വെള്ളം ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം തണുപ്പിച്ച് നമുക്കതിൽ കാർബൺ മിക്സ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കും. ഇതിൽ വന്ന് നമുക്ക് ഇതേപോലെ സോഡ ഇട്ട് നമുക്ക് പുറത്തോട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും.
അപ്പോൾ എന്തായാലും മിഷൻ വാങ്ങാനും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ